ഡ്യുവറ്റ് വിത്ത് പ്ലേബാക്ക് സിംഗർ റൗണ്ടിൽ ഇവിടുത്തെ ഒരു തകർപ്പൻ പെർഫോമർ ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. ജഡ്ജസ് നമ്മുടെ ഇവിടെ എല്ലാരും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് പിടിക്കൂലോ ഇവരുടെ ഇടയിന്ന്. അപ്പൊ എടാ ആരടാ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേന്ന് ചോദിച്ചാൽ പറയുന്ന ഒരു പേരുണ്ട്. അതേതാ? വെൽക്കം യാസീൻ. മഷ്റൂം തലേ ഇത് തലയിലെന്ത് പറ്റി? വീണോ? തലയില് വീണല്ല, അത് അവിടുന്ന് കെട്ടി തന്നതാ. ഇറുക്കി കെട്ടാമായിരുന്നു. അതെന്തിനാ ജാമായി പോട്ടെ? അല്ലല്ല അങ്ങ് ഒരു ബലത്തിനങ്ങ് ഇരിക്കട്ടെ. ഒരു കാര്യം പറയണ്ട്. നിന്റെ ഒപ്പം ഒരു അതിഥി ഉണ്ട്. ആരാ? അത് ഞാൻ പറയാം. ശിഖ ചേച്ചി നമ്മളെ മറ്റേ കാര്യങ്ങളൊന്നും അവരോട് പറയില്ല കേട്ടോ. ഏത് മറ്റേ? ഇവൻ കുരുത്തം കണ്ടതാണ്, അല്ലെങ്കിൽ മനസ്സിലായിട്ടേ ഉണ്ടാവൂല ചേച്ചിക്ക്. അല്ല നമ്മളെ ആ ചേച്ചി എത്ര കണ്ടതാ? അത് കാണുമ്പോഴാ മനസ്സിലാവടാ നിന്നെ. അത് പറയില്ല കേട്ടോ. അതെന്താ? മക്കളെ ഞങ്ങളായിട്ട് പറയത്തില്ല, മോനെ പറ്റി ഒരു നല്ലത് പോലും ഞാൻ പറയത്തേ. ഞാൻ സത്യം. എല്ലാരും ചേച്ചി എന്താ വിചാരിക്ക? ഏത് പാട്ടാ പാടുന്നേ? ഞാൻ തെച്ചിപ്പോവേ. തെച്ചിപ്പോവേ. ആ ചേച്ചിയല്ലേ? ആ ചേച്ചിയെ വിളിച്ചേ മിനുട്ടി. വെൽക്കം ശിഖ ചേച്ചി ഓൺ സ്റ്റേജ്. ഇവനെ പറ്റി എന്താ അഭിപ്രായം ശിഖ ചേച്ചിക്ക്? എന്നോട് ഇവനെ ആദ്യം തന്നെ വന്നപ്പോ തന്നെ പറഞ്ഞു, MG സാറും ശരത് സാറും എന്തെങ്കിലുമൊക്കെ ചേച്ചിക്ക് പറഞ്ഞു തരും, വിശ്വസിക്കരുത്. അപ്പൊ എനിക്ക് മനസ്സിലായല്ലോ ഇതിന്റെ ഒരു റേഞ്ച്. ഞാൻ പാവാ. ഇവൻ മറ്റേ ഇവിടെ ഉണ്ടായിരുന്ന കൗശിക് എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ പിൻഗാമിയ. ഇപ്പൊ അവന്റെ മുൻഗാമി. ഇവൻ പറഞ്ഞ പാട്ട് എന്താ? തെച്ചിപ്പൂവേ. ആ പാട്ടാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ചെയ്തല്ലേ? ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു. ഇതാണ് അവന്റെ മനസ്സിൽ. അല്ല അവനെ അങ്ങനെ തൊടുന്നൊന്നും ഇഷ്ടമല്ല. അവനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ചേച്ചി തൊട്ടോട്ടോ, ഒരു കുഴപ്പമില്ല. എന്റെ അടുത്ത് അങ്ങനെയല്ല പറഞ്ഞത്. അവള് വരും. അവിടെ വന്ന് എന്താ മീനാക്ഷി? അല്ല മീനാക്ഷി ചേച്ചി കള്ളത്തരം പറയും. അങ്ങനല്ല ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ അവള് വരും. ഞാൻ ചോദിച്ചാൽ ആര്? ആ ഷീഖ എന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത്, എന്നെ എന്താ നാറ്റിക്കല്ലെന്നു ഏതാണ്ട് പറഞ്ഞായിരുന്നു. എന്നെ അവിടെ പിടിച്ചു നിർത്തി. ഞാൻ അവിടെ നിന്നപ്പോ എന്നെ പിടിച്ചു നിർത്തി പറഞ്ഞതാ. അവിടെ ഭയങ്കര പാട്ടുകാരിയാന്ന് അവിടെ വിചാരം. ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്കൊന്ന് കേൾക്കാം. കാണാം.